മോർ അപ്രേമിൻ്റെ 111 ആധ്യാത്മിക സങ്കീർത്തനം. ശാശ്വത കന്യകാത്വം ഏറ്റുപറയുന്നു. ദൈവമാതാവേ, അവിടുന്ന് എല്ലാ മനസ്സുകളെയും വാക്കുകളെയും അതിശയിക്കുന്നു. ഭൂമിയിലെ എല്ലാ കന്യകാത്വങ്ങളെയും കവച്ചുവെക്കുന്ന കന്യകയായ മാതാവേ, ദിവ്യജനനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് എല്ലാ കന്യകകളെയും അതിശയിക്കുന്ന കന്യകയായിരുന്നുവല്ലോ. ഗർഭകാലത്തും ജനനത്തിനു ശേഷവും അവിടുന്ന് അതേ നിലയിൽ തുടർന്ന് ജീവിക്കുകയും ചെയ്തു. അഭിവന്ദ്യ മഹതി, ഞാൻ അങ്ങയോട് യാചിക്കുന്നു. കരുണാമയനും മനുഷ്യസുഹൃത്തുമായ ദൈവത്തിൻ്റെ കരുണാമയിയും മനുഷ്യസുഹൃത്തുമായ മാതാവേ, എൻ്റെ അപേക്ഷ ഇതാണ്. ഈ മുഹൂർത്തത്തിൽ എനിക്ക് അങ്ങയുടെ സംരക്ഷണവും സഹായവും അത്യാവശ്യം വേണ്ടിയിരിക്കുന്നു. അവിടത്തേക്ക് തിരുവുള്ളമുണ്ടെങ്കിൽ ഈ മുഹൂർത്തത്തിൽ എന്നെ ന്യായീകരിക്കണമേ. ഞാൻ മാലിന്യത്തിൻ്റെയും പാപത്തിൻ്റെയും ചൊലിക്കൂമ്പാരമായി കഴിഞ്ഞു, ആത്മാവിനെ ദുഷിപ്പിക്കുന്ന ഭോഗേച്ഛകളുടെ ആവാസകേന്ദ്രം. എന്നിരിക്കലും അവിടുത്തെ പുത്രനായ ദൈവത്തിൻ്റെ സർവപവിത്രവും ഭീകരവുമായ നിഗൂഢ രഹസ്യങ്ങളെ സമീപിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ ചിന്ത എന്നെ ഭയാക്രാന്തനാക്കുന്നു. എൻ്റെ ശരീരമാകെ വിറയൽ ബാധിക്കുന്നു. അസഖ്യമായ എൻ്റെ പാപങ്ങളുടെ ബാഹുല്യം നിമിത്തമാണത്. എൻ്റെ അയോഗ്യത കാരണമാക്കി ഞാൻ കുർബാനാനുഭവത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പക്ഷം ഞാൻ തിന്മയുടെ അഗാധഗർത്തത്തിൽ നിബന്ധിക്കുകയായിരിക്കും. ഇതെൻ്റെ മേൽ കഠിന ശിക്ഷ ക്ഷണിച്ചു വരുത്തുകയായിരിക്കും. 2 പോംവഴികളും എൻ്റെ മനസ്സിനെ മഥിക്കുന്നു. സർവപവിത്രയായ അമ്മേ, ഞാൻ തിരുസന്നിധിയിലേക്ക് ഓടി വരുന്നു. എന്നോട് കരുണയുണ്ടാകണമേ. ദൈവമായ അവിടുത്തെ പുത്രന്റെ മുമ്പിൽ അമ്മയ്ക്കുള്ള ന്യായമായ ധൈര്യം ഉപയോഗിച്ച് എൻ്റെ പാപങ്ങൾക്ക് മോചനം നേടിത്തരണമേ. എന്നെ പാപമുക്തനും പരിശുദ്ധ കുർബാനാനുഭവത്താൽ പ്രബുദ്ധനുമാക്കണമേ. എൻ്റെ ശിഷ്ടജീവിതം എങ്ങനെ അനുതാപത്തിലും പരിശുദ്ധിയിലും വിനയത്തിലും ചെലവഴിക്കണമെന്ന് എനിക്ക് കാണിച്ചു തരണമേ. എൻ്റെ ചിന്തകളിലും വാക്കുകളിലും ക്രിയകളിലും എൻ്റെ ശരീരാത്മാക്കളുടെ എല്ലാ ചലനങ്ങളിലും എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. എനിക്ക് ബോധനവും മാർഗനിർദ്ദേശവും നൽകണമേ. എനിക്കെതിരായി വരുന്ന എല്ലാ ശക്തികളെയും വഴിതിരിച്ചു വിടണമേ. ഈ ദാസൻ എത്ര തന്നെ അയോഗ്യനും വിലകെട്ടവനുമാണെങ്കിലും അവിടുത്തെ കൃപ എന്നെ സംരക്ഷിക്കുകയും ആവശ്യമായതെല്ലാം നൽകി പരിപോഷിക്കുകയും ചെയ്യണമേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ. മോർ അപ്രേമിൻ്റെ 112 ആധ്യാത്മിക സങ്കീർത്തനം. കണ്ണീരിനാൽ ആത്മാവിന് സൗഖ്യം. നല്ല കാര്യങ്ങൾ നൽകുന്നവനെ, സൗഖ്യമാക്കലിൻ്റെ ഉറവയും സഹാനുഭൂതിയും കോശാഗാരവുമേ, ഉത്തമനും ദയാലുവുമായ ഏകദൈവമേ, ചോദിക്കുന്നവർക്ക് കാലത്തും നല്ല കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നവനെ, അവിടുത്തെ സമൃദ്ധമായ കൃപ എന്നിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുകയും മറഞ്ഞുകിടക്കുന്ന എൻ്റെ വ്രണങ്ങളെ സൗഖ്യമാക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ശ്രദ്ധ പതറലും അലയുന്ന ചിന്തകളും എൻ്റെ രഹസ്യവ്രണങ്ങളെ സദാ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. കൃപയോടും സഹാനുഭൂതിയോടും കൂടി സദാ സൗഖ്യം നൽകുന്ന ദീർഘക്ഷമയുള്ള കർത്താവേ, പാപിയായ എന്നിൽ ഉള്ള ആധ്യാത്മിക ദൗർബല്യങ്ങളെ സൗഖ്യമാക്കണമേ. യജമാനനെ, അവിടുന്ന് നൽകുന്ന രോഗശമനത്തിന് പകരം നൽകുവാൻ എൻ്റെ പക്കൽ യാതൊന്നുമില്ല. അവിടുന്ന് നൽകുന്ന സൗഖ്യത്തിന് എത്രയോ വില വരും. അതിനർഹമായ പ്രതിഫലം നൽകാൻ സ്വർഗത്തിനോ ഭൂമിക്കോ സാധ്യമല്ല. സ്വർഗീയമായ ഈ വിശുദ്ധ ശമനങ്ങൾ വിലയ്ക്ക് വാങ്ങുക അസാധ്യം. അവ അമൂല്യമാണ്. കണ്ണീരിന് പകരമായി മാത്രമാണ് അവിടുന്ന് അത് നൽകുന്നത്. ഞങ്ങളുടെ രക്ഷക, അതിതീവ്രമായ വിലാപത്തിന് പകരമായിട്ടാണ് അവിടുന്ന് ഇതെല്ലാവർക്കും അനുവദിച്ചു കൊടുക്കുന്നത്. എൻ്റെ യജമാനനെ, അയോഗ്യനായ എനിക്ക് ദിവസേന കണ്ണീരും കരുത്തും നൽകണമേ. ഹർഷപുളകിതമായ എൻ്റെ ഹൃദയം തുടർച്ചയായി കണ്ണീർ ഉതിർത്തുകൊണ്ടിരിക്കാൻ കൃപയരുളണമേ. ശുദ്ധമായ പ്രാർത്ഥന എൻ്റെ ഹൃദയത്തെ അവിരാമം പ്രകാശമാനമാക്കട്ടെ. കുറെ കണ്ണീരെൻ്റെ പാപങ്ങളുടെ ഭാരിച്ച രേഖകൾ മായിച്ചു കളയാൻ ഉപയോഗിച്ചാലും അവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീ അണയ്ക്കുവാൻ കുറച്ചൊരു വിലാപത്തിന് കഴിഞ്ഞേക്കും. ഞാനിവിടെ വിലപിക്കുന്ന പക്ഷം അവിടെ കെടാത്ത തീയിൽ നിന്ന് എനിക്ക് മോചനം കിട്ടും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ. മോർ അപ്രേമിൻ്റെ 113 ആധ്യാത്മിക സങ്കീർത്തനം. ശത്രുവിനെ അടിച്ചോടിക്കാൻ.
യജമാനനെ, ദിവസേനയെന്നോണം ഞാൻ അങ്ങയുടെ ദീർഘക്ഷമയെ പ്രകോപിപ്പിക്കുന്നു. എൻ്റെ നികൃഷ്ടമായ അവസ്ഥയും അവിടുത്തെ സ്നേഹാർദ്രതയും രണ്ടും എൻ്റെ ദൃഷ്ടിപഥത്തിലുണ്ട്. ഞാൻ എന്നെ സദാ പീഡിപ്പിക്കുന്ന അശുദ്ധ ശത്രുവിൻ്റെ അധികാരത്തിൻ കീഴിലാകിയാൽ രാത്രിയും പകലും ഞാൻ കണ്ണീർ തൂകിക്കൊണ്ട് അവിടുത്തെ സ്നേഹാർദ്രതയോട് അപേക്ഷിക്കുന്നു. അവിടുന്ന് അവൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് വിടുതൽ നൽകണമേ എന്ന്. യജമാനനെ, നിമിഷനേരത്തേക്കെങ്കിലും അവിടുത്തെ കൃപ പിൻവലിക്കുന്ന പക്ഷം ദുഷ്ടനെ ചെറുത്തു നിൽക്കാൻ ആർക്ക് കഴിയും? ശത്രു മണിക്കൂർ തോറുമെന്നോണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്നെ പീഡിപ്പിക്കുന്നു. കടലിലെ തിരകളെ ശാസിച്ച ക്രിസ്തുവേ, അവിടുത്തെ ശക്തി അവനെയും ശാസിക്കണമേ. അവിടുത്തെ ദാസന്റെ മേൽ അവൻ അധികാരം ചെലുത്താനിടയാകരുതേ. ദിവസേന അവൻ ദുഷ്ടമായ പരിപാടികൾ എനിക്കെതിരായി പുതുക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സിനെ പിടികൂടാൻ അവൻ ഓടിയെടുക്കുന്നു. അവിടുത്തെ ദിവ്യകൽപ്പനകളുടെ മാധുര്യത്തിൽ നിന്നും അവ ഉൾക്കൊള്ളുന്ന രക്ഷാകരമായ ബോധനങ്ങളിൽ നിന്നും എൻ്റെ മനസ്സിനെ വ്യതിചലിപ്പിക്കാനാണ് അവൻ്റെ നീക്കം. യജമാനനെ, വലിയ സർപ്പത്തെയും അവൻ്റെ എല്ലാവിധത്തിലുള്ള മലിനവും ദുഷ്ടവുമായ ചിന്തകളെയും അവിടുത്തെ ദാസനിൽ നിന്ന് അടിച്ചോടിക്കാൻ അവിടുത്തെ കൃപയെ ക്ഷണേന അയക്കണമേ. ദ്രോഹിക്കപ്പെട്ട വിധവ തൻ്റെ പ്രതിയോഗിയിൽ നിന്ന് സംരക്ഷണം തേടി ഹൃദയശൂന്യനും അനീതിക്കാരനുമായ ന്യായാധിപനെ സമീപിക്കുന്നു. ഞാനാകട്ടെ ദീർഘക്ഷമയുള്ളവനും നല്ലവനും ഹൃദയാലുവുമായ യജമാനനെയാണ് സമീപിക്കുന്നത്. സ്വർഗവും ഭൂമിയും തൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ളവൻ യജമാനനെ, രാവും പകലും അങ്ങയെ ആശ്രയിക്കുന്നവർക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന അവിടുന്ന് എന്നെ ന്യായീകരിക്കുന്നതിൽ അമാന്തിക്കരുതേ. ശത്രുവിൽ നിന്നെന്നെ പിടിച്ചു വലിച്ചെടുത്ത് അങ്ങയുടെ അടുക്കലേക്ക് നയിക്കണമേ. അവിടുത്തെ കൃപയാൽ ശത്രുവിനെ കീഴടക്കി കഴിയുമ്പോൾ ദയാലുവും ദീർഘക്ഷമയുള്ളവനുമായ അങ്ങയെ സ്തുതിക്കുവാനും എല്ലാ മനുഷ്യരുടെയും രക്ഷ ആഗ്രഹിക്കുന്ന അങ്ങയെ മഹത്വപ്പെടുത്തുവാനും കൃപ നൽകണമേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ. മോർ അപ്രേമിൻ്റെ 114 ആധ്യാത്മിക സങ്കീർത്തനം. അശുദ്ധ ഹൃദയം കൃപയ്ക്ക് അചിന്ത്യം. നല്ലവനായ ദൈവം നമുക്ക് പരിജ്ഞാനം നൽകുന്നു. അവിടുത്തെ കൃപ സദാ നമ്മുടെ ഹൃദയങ്ങളെ സന്ദർശിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ ശാന്തി കാണുന്ന പക്ഷം കൃപ അവിടെ പ്രവേശിച്ച് ആത്മാവിൽ സ്ഥിരമായി താമസിക്കും. എന്നാൽ ഹൃദയം അശുദ്ധമാണെങ്കിൽ കൃപ പെട്ടെന്ന് പിൻവാങ്ങുന്നു. എന്നിരിക്കലും സഹാനുഭൂതി പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ കൃപ വീണ്ടും ഇറങ്ങി വന്ന് പാപികളായ നമ്മെ സന്ദർശിക്കുന്നു. നമ്മുടെ സ്വതന്ത്രമായ ഇച്ഛാശക്തി കാരണം നമ്മൾ അസ്ഥിരചിത്തരാണ്. നമ്മൾ ശ്രദ്ധ പതറുന്നവരും ദുർബലരും അസൂയാലുക്കളും അധർമ്മികളുമാണ്. മിക്കപ്പോഴും അവരനെ എങ്ങനെ ദ്രോഹിക്കാമെന്നാണ് നമ്മുടെ ചിന്ത. ദുഷ്ടമായ ആശയങ്ങളാണ് മിക്കപ്പോഴും നാം മനനം ചെയ്യുന്നത്. സദാ നാം അശുദ്ധ ചിന്തകളുടെ ചെളിക്കുണ്ടിൽ പുളയുകയാണ്. ആ സ്ഥിതിക്ക് കൃപ സന്ദർശനത്തിന് വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലെ അശുദ്ധ ചിന്തകളുടെ ദുർഗന്ധമാണ് നേരിടുന്നത്. കൃപ ഉടൻ പിൻവലിയുന്നു. പ്രവേശനത്തിന് പോലും ശ്രമിക്കാതെ അകത്ത് പ്രവേശിച്ച് ഇഷ്ടമാകുന്ന പ്രകാരം അവിടെ താമസിക്കുവാനുള്ള ഉദ്ദേശമെല്ലാം അതോടെ ഉപേക്ഷിക്കുന്നു. കൃപയുടെ ദീപ്തിമത്തായ മാധുര്യത്തിൻ്റെ അല്പാംശം മാത്രമേ ഹൃദയത്തിൽ അവശേഷിക്കുന്നുള്ളൂ. കൃപ തന്നെ സന്ദർശിച്ചുവെന്നും പ്രവേശനം തേടാതെ മടങ്ങിയെന്നും കൃപയുടെ ദീപ്തിയിൽ ആകൃഷ്ടനായി വേണമെങ്കിൽ കൃപയെ തേടി പോകാമെന്നും അനുസ്മരിപ്പിക്കുന്നതാണത്. ദൈവത്തിൻ്റെ ദിവ്യമായ കരുതൽ നിങ്ങൾ കാണുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹാർദ്ര കരുണയോ? പരിശുദ്ധനായ ദൈവം സദാ നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? കൃപയ്ക്ക് വേണ്ടി പാവന ഹൃദയം ഒരുക്കാൻ യത്നിക്കുന്ന മനുഷ്യൻ സൗഭാഗ്യവാൻ. കൃപ വരുമ്പോൾ സദ്ഗുണങ്ങളുടെ പരിമളം ആസ്വദിക്കാനും യുഗയുഗാന്തരങ്ങളായി താമസിക്കാൻ ആത്മാവിൽ ഒരു വിശുദ്ധ സ്ഥലം കണ്ടെത്താനും ഇടയാകട്ടെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ. മോർ അപ്രേമിൻ്റെ 115 ആധ്യാത്മിക സങ്കീർത്തനം. കടുത്ത അഴിമതി, അയോഗ്യത. മാലാഖമാരുടെ യജമാനനും എല്ലാ കാര്യങ്ങളുടെയും സൃഷ്ടാവുമായുള്ളവേ, ഇന്നേ ദിവസം ഈ നിമിഷത്തിൽ ലജ്ജയാൽ അവനമ്രമായ ശിരസുമായി അങ്ങയോട് സംസാരിക്കാൻ ഞാൻ ധൈര്യം സംഭരിക്കുകയാണ്.
മണ്ണും പൂഴിയുമായ ഞാൻ, മനുഷ്യർക്ക് അവമതിയും മനുഷ്യരാശിക്ക് ആക്ഷേപവുമായ ഞാൻ, കുറ്റശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ, ശരീരമാകെ കീറിമുറിഞ്ഞവൻ, കടുത്ത നിരാശയ്ക്ക് വശംവദൻ. യജമാനനെ, അവിടുത്തെ കൃപയെ നേരിടാൻ ഞാൻ എങ്ങനെ എൻ്റെ ദൃഷ്ടികളെ ഉയർത്തും? അശുദ്ധവും മലീമസവുമായ എൻ്റെ രസനയെ ചലിപ്പിക്കാൻ ഞാൻ എങ്ങനെ ധൈര്യം കണ്ടെത്തും? ഞാൻ എങ്ങനെ, എവിടെ എൻ്റെ കുമ്പസാരം ആരംഭിക്കും? നികൃഷ്ടനായ ഞാൻ അപരിമിതമായ അളവിൽ അവിടുത്തെ നാമത്തെ ദ്രോഹിച്ചു. മുടിയനായ പുത്രനേക്കാൾ വിഷയലംബടനായി ജീവിച്ചു. എൻ്റെ വ്യക്തിത്വത്തിൽ ഞാൻ അവിടുത്തെ പ്രതിച്ഛായയെ മലിനമാക്കുകയും ദ്രോഹിക്കുകയും ചെയ്തു. അവിടുത്തെ കൽപ്പനകളെ ഞാൻ മാനിച്ചില്ല. കർത്താവേ, ആധ്യാത്മികമായ എൻ്റെ കളങ്കങ്ങളുടെ ബാഹുല്യവും എൻ്റെ അശുദ്ധാവസ്ഥയും കാരണം അവിടുത്തെ പരിശുദ്ധ നാമം വഹിക്കാൻ ഞാൻ ഒരു വിധത്തിലും യോഗ്യനല്ലെന്ന് എനിക്കറിയാം. പ്രാർത്ഥനാവേളയിൽ അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് അർഹതയില്ല. ഗർഹണീയമായ ആഗ്രഹങ്ങൾക്ക് ഞാൻ വാതിൽ തുറക്കുകയും അയോഗ്യമായ ചോദനകൾക്ക് വഴങ്ങിക്കൊടുക്കുകയും ചെയ്തതിനാൽ ഉയരത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി സ്വർഗത്തിന്റെ ഉന്നതങ്ങളെ ദർശിക്കുവാൻ എനിക്ക് സാധ്യമല്ല. ഇങ്ങനെ ഭോഗേച്ഛകളാൽ ഞാൻ പാവപ്പെട്ട ആത്മാവിനെ മലിനപ്പെടുത്തുകയും എൻ്റെ ഇച്ഛാശക്തിയുടെ അസാൻമാർഗികതയാൽ എൻ്റെ ആത്മാവിൻ്റെ വസ്ത്രങ്ങളെ കറുപ്പിക്കുകയും ചെയ്തു. എൻ്റെ മനസ്സ് നിറയെ പൈശാചിക ചിന്തകളാണ്. എൻ്റെ എല്ലാവിധ ചിന്തകളാലും പ്രവൃത്തികളാലും ഞാൻ അവിടുത്തെ കൃപയ്ക്ക് ഉൾക്കടവ്യത ഉളവാക്കി. ഇന്നും അത് തന്നെ തുടർന്നുകൊണ്ടുമിരിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും ഇന്നും എനിക്കെതിരായി പോരാടുന്ന എൻ്റെ ശത്രുവിനെ സന്തോഷിപ്പിക്കുകയും പ്രീണിപ്പിക്കുകയുമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ മനസാക്ഷി എൻ്റെ മനസ്സിൻ്റെ തെറ്റിനെ തുറന്നു കാട്ടുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ലജ്ജയാൽ എൻ്റെ മുഖം മറയ്ക്കുന്നു. എന്നെ കാത്തു നിൽക്കുന്ന ന്യായവിധിക്ക് മുമ്പായി ഞാൻ എന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിട്ടുപിരിയാത്ത അസാൻമാർഗിക ശീലങ്ങൾ വിജയഭാവത്തോടെ എന്നെ ഇന്നും വലിച്ചിഴയ്ക്കുകയാണ്. കാമാതുരതയുടെ ചെളിയിൽ ഞാൻ സ്വയം മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. മലിന ചിന്തകളിൽ ഞാൻ എന്നും കുരുങ്ങിക്കിടക്കുകയാണ്. യുവപ്രായം മുതൽ ഞാൻ ദുഷിപ്പിക്കുന്ന പാപത്തെ ചുമക്കുന്ന പാത്രമാണ്. ന്യായവിധിയെപ്പറ്റിയും അതിൻ്റെ ഭവിഷ്യത് ഫലങ്ങളെപ്പറ്റിയുമെല്ലാം ദിവസേന കേൾക്കാറുണ്ടെങ്കിലും ഇതുവരെ വിഷയാസക്തിയെ എതിർത്ത് നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അവിരാമം ഞാൻ കെണികളിൽ വീഴാൻ വിട്ടുകൊടുക്കുന്നു. അവിരാമം ഞാൻ എന്നെ തന്നെ തടവുപുള്ളിയാക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, എനിക്ക് അയ്യോ കഷ്ടം! അവിടുത്തെ ദീർഘക്ഷമയെ ഞാൻ ദാരുണമാംവിധം ധൂർത്തടിച്ചു കളഞ്ഞു. എനിക്ക് കഷ്ടം! അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദ്രോഹിച്ചുകൊണ്ട് ഞാൻ എത്രയോ സംവത്സരങ്ങൾ ചെലവഴിച്ചു. എനിക്ക് കഷ്ടം! എൻ്റെ ജീവിതകാലമെല്ലാം പല വിധത്തിലുള്ള വ്യർത്ഥ സംരംഭങ്ങളിൽ ഞാൻ ചെലവഴിച്ചു. എങ്കിലും കർത്താവെ, അവിടുത്തെ ഉഗ്രകോപത്തിൽ എന്നെ തുറന്നു കാണിക്കരുതേ. വെറുപ്പുണ്ടാക്കുന്നതും അവമതിജനകവുമായ എൻ്റെ ചെയ്തികളെ അവിടുന്ന് എല്ലാ മാലാഖമാരുടെയും മനുഷ്യരുടെയും മുമ്പിൽ സാർവത്രികമായി ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കരുതേ. എല്ലാ അവമതിയും ശിക്ഷയും ഞാൻ അർഹിക്കുന്നുണ്ടെങ്കിലും മാനഹാനിയും അപകീർത്തിയും ശാശ്വതമായ ശിക്ഷാവിധിയും എൻ്റെ മേൽ ചാർത്തരുതേ. അവിടുത്തെ മഹത്തരമായ സഹാനുഭൂതി മാത്രം പരിഗണിച്ച് എന്നോട് കരുണ തോന്നി ന്യായവിധിക്ക് മുമ്പായി എൻ്റെ എല്ലാ പാപങ്ങളെയും കഴുകി ശുദ്ധീകരിക്കണമേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ. മോർ അപ്രേമിൻ്റെ 116 ആധ്യാത്മിക സങ്കീർത്തനം. മരണവും ന്യായവിധിയും. എൻ്റെ ജീവൻ അവസാനിക്കുന്ന ദിവസത്തെപ്പറ്റി ഞാൻ ഗാഢമായി ചിന്തിച്ചു. എൻ്റെ ലംഘനകൃത്യങ്ങളുടെ ബാഹുല്യവും എൻ്റെ പാതകങ്ങളുടെ ദുർവഹഭാരവും കണ്ടപ്പോൾ എൻ്റെ തെറ്റുകൾ എല്ലാവർക്കും കാണത്തക്ക വിധം വെളിപ്പെടുത്തുമെന്ന് ഞാൻ ഓർത്തപ്പോൾ ഞാൻ ആർത്തനാദത്തോടെ ഞരങ്ങി. അവിടെ പശ്ചാത്താപത്തിനോ കണ്ണീരിനോ പ്രാർത്ഥനകൾക്കോ സ്ഥാനമുണ്ടാവില്ല. അതിനു പകരമായി ഓരോ വ്യക്തിയും സ്വന്തം അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലവും സ്വന്തം ചെയ്തികൾക്കനുസരിച്ചുള്ള പാരിതോഷികവും സ്വീകരിക്കും. വിലാപമോ കഷ്ടാനുഭവമോ നീതിനിഷ്ഠനായ ന്യായാധിപതിയെ ചലിപ്പിക്കില്ല. മനുഷ്യരാശിയെ സ്നേഹിക്കുന്നവനെ, എന്നോട് അവിടുത്തെ ദയാർദ്രമായ കരുണ കാണിക്കണമേ. മരിച്ചവരുടെ ശവകുടീരങ്ങൾ തുറക്കുന്ന ദിവസത്തിൽ കാഹളം ധ്വനിക്കും. അതിന്റെ ശബ്ദം ഇടിപോലെ ഗർജിക്കും.
മഹത്തരമായ നടുക്കവും കിടുകിടുക്കവും ഭയസംഭ്രമങ്ങളും പ്രപഞ്ചത്തെ മുഴുവൻ സമാശ്ലേഷിക്കും. അവിടുത്തെ കൽപ്പനപ്രകാരം എല്ലാ മാലാഖമാരും താഴോട്ടിറങ്ങി വന്ന് ചീത്തയിൽ നിന്ന് നല്ലതിനെ വേർതിരിക്കും. അഗ്നിമേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധന്മാരുടെ പവിത്രഗാത്രങ്ങളെ വഹിച്ചു കൊണ്ടുപോകും. ആ ദിവസത്തിൽ എന്നോടും അവിടുത്തെ സഹാനുഭൂതി കാണിക്കണമേ. നല്ലവനായ കർത്താവേ, ഞാൻ അവിടുത്തെ വലത്തുഭാഗത്തു നിന്ന് കരുണ പ്രാപിക്കുന്നതിന് സഹായിക്കണമേ. എൻ്റെ ചിന്തകൾ തുടർന്നു. ഞങ്ങളുടെ ചീഞ്ഞഴുകൾ കാണുന്നതിനായി ഞാൻ ശവകുടീരങ്ങളിലേക്കിറങ്ങി അവിടെ കിടക്കുന്നതായി കണ്ടവ പരിശോധിച്ചപ്പോൾ ഞാൻ അട്ടഹസിച്ചു. കർത്താവേ, നിന്റെ ദാസനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുതേ. നശിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ഉയർപ്പിക്കണമേ. ഞാൻ അവിടുത്തെ നാമത്തെ സ്തുതിക്കും. എൻ്റെ സങ്കട ദിവസത്തിൽ എന്നെ പ്രതി ആഹ്ലാദിക്കുന്ന ദുഷ്ടശത്രുവിനെ പരാജയപ്പെടുത്തണമേ. ഞാൻ അങ്ങയിൽ പ്രത്യാശയർപ്പിച്ച് കാത്തിരിക്കുന്നതിനാൽ എന്നോട് കരുണ ചെയ്യണമേ. പാപം ചെയ്തവരും തങ്ങളുടെ അധാർമികമായ പാതകളെപ്പറ്റി അനുതപിക്കാത്തവരുമായ മനുഷ്യരെ നിർദ്ദയമായ ന്യായവിധി അവസാനം കാത്തിരിക്കുന്നു. എന്നാൽ നീതിപൂർവം പ്രവർത്തിച്ചവരും അവരുടെ കർത്താവിൻ്റെ കൽപ്പനകളെ പാലിച്ചവരും കർത്താവിൽ നിന്ന് സ്വർഗത്തിൻ്റെ നല്ല ദാനങ്ങളെ സ്വീകരിക്കും, നിത്യജീവനെ അവകാശമാക്കുകയും ചെയ്യും. അവരുടെ പ്രയത്നങ്ങളിൽ സാർവത്രികമായി ന്യായയുക്തമായ ആഹ്ലാദ പ്രകടനം ഉണ്ടാകും. തങ്ങൾക്ക് കിട്ടിയ പാരിതോഷികങ്ങളിൽ വിശുദ്ധന്മാർ ആനന്ദതുന്തിലരാവും. പാപികളോട് കരുണ കാണിക്കുന്ന കർത്താവേ, ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ മണവറയിൽ പാർപ്പിക്കണമേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ. മോർ അപ്രേമിന്റെ 117 ആധ്യാത്മിക സങ്കീർത്തനം. ജീവിത പാഠങ്ങൾ. 8 ദുഷ്ടചിന്തകൾ. നിന്ദ്യമായതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നതായി 8 ദുഷ്ടചിന്തകൾ ഉണ്ടെന്നറിയുക. ഭോഗേച്ഛ, വിഷയലമ്പടത്വം, ധനമോഹം, കോപം, അനുചിത വ്യസനം, നൈരാശ്യം, വ്യഥാഭിമാനം, അഹങ്കാരം, ഇതെല്ലാം ഓരോ മനുഷ്യനുമായും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭോഗേച്ഛയെ കീഴടക്കണമെങ്കിൽ നിയന്ത്രണം പാലിക്കുക, ദൈവഭയം വളർത്തുക, നിങ്ങൾ അതിനെ കീഴടക്കും. വിഷയലമ്പടത്വം കീഴടക്കണമെങ്കിൽ ജാഗരൂകത, ഉണർന്നിരിക്കുന്ന അവസ്ഥ പുലർത്തണം, സദാ മരണത്തെപ്പറ്റി ചിന്തിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ അതിനെ കീഴടക്കും. ധനമോഹം കീഴടക്കണമെങ്കിൽ ധനസമ്പാദന ദുരയോട് വിട പറഞ്ഞ് മിതവ്യയത്വം പരിശീലിക്കണം. കോപം കീഴടക്കണമെങ്കിൽ സൗമ്യതയും ഔദാര്യവും ആർജിക്കണം. യഹൂദന്മാർ കർത്താവായ യേശുക്രിസ്തുവിനോട് എത്രമാത്രം തിന്മ പ്രവർത്തിച്ചുവെന്ന് ഓർത്തു നോക്കൂ. എന്നിരിക്കലും ദൈവത്തെ സുഹൃത്തായി കരുതിയ മനുഷ്യനായ അദ്ദേഹം അവരോട് കുപിതനായില്ല. നേരെ മറിച്ച് അദ്ദേഹം അവർക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവേ, അവരോട് ഈ പാപം ക്ഷമിക്കണമേ. എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിഞ്ഞുകൂടാ എന്നതാണ് വാസ്തവം. അനുചിത വ്യസനം കീഴടക്കണമെങ്കിൽ താൽക്കാലികമായ യാതൊന്നിനു വേണ്ടിയും വിഷാദിക്കരുത്. ആളുകൾ വാക്കുകൾ കൊണ്ട് നിങ്ങളെ മുറിപ്പെടുത്തുകയോ തകിടം മറിക്കുകയോ നിങ്ങളെ അനാദരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ വ്യസനിക്കരുത്. നേരെ മറിച്ച് ആഹ്ലാദിക്കുക. നിങ്ങൾ പാപം ചെയ്യുമ്പോൾ മാത്രം വ്യസനിച്ചാൽ മതി. ഈ കാര്യത്തിൽ പോലും രണ്ടറ്റത്തേക്കും പോകരുത്. കടുത്ത നിരാശയിൽ വീണ് നശിക്കുവാൻ ഇടവന്നുകൂടാ. നൈരാശ്യത്തെ കീഴടക്കണമെങ്കിൽ കുറച്ചു കാലത്തേക്ക് എന്തെങ്കിലും കൈത്തൊഴിൽ ഏറ്റെടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുക. അതുമല്ലെങ്കിൽ കൂടെ കൂടെ പ്രാർത്ഥിക്കുക. വ്യഥാഭിമാനം കീഴടക്കണമെന്ന് വരികിൽ പ്രശംസയോ ആദരവോ സുന്ദര വസ്ത്രങ്ങളോ മുൻഗണനയോ ആനുകൂല്യമോ ഒന്നും സ്നേഹിച്ചുകൂടാ. നേരെ മറിച്ച് നിങ്ങളെ കർശനമായി ശാസിക്കുകയോ അനാദരിക്കുകയോ അവാസ്തവമായ ആരോപണങ്ങൾ നിങ്ങളുടെ പേരിൽ ചുമത്തുകയോ ചെയ്തിട്ടുള്ള സന്ദർഭങ്ങൾ മനസ്സിൽ താലോലിക്കുക. ഏതു പാപിയേക്കാളും വലിയ പാപിയാണ് നിങ്ങൾ എന്നതിൽ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുക. അഹങ്കാരം കീഴടക്കണമെങ്കിൽ നിങ്ങൾ എന്തു തന്നെ ചെയ്താലും അത് സ്വന്തം അധ്വാനം കൊണ്ടോ നിങ്ങളുടെ സ്വന്തം കരുത്തുകൊണ്ടോ നേടിയെന്ന് പറഞ്ഞുകൂടാ. എന്നാൽ നിങ്ങൾ ഉപവസിക്കുകയോ ജാഗരണം നടത്തുകയോ വെറും തറയിൽ കിടന്നുറങ്ങുകയോ സങ്കീർത്തനം ആലപിക്കുകയോ അൾത്താരയിൽ ശുശ്രൂഷിക്കുകയോ
അനേകം പ്രാവശ്യം ദണ്ഡപ്രമാണം നടത്തുകയോ ചെയ്യുമ്പോൾ ഇത് ദൈവത്തിന്റെ സഹായവും സംരക്ഷണവും കൊണ്ട് സാധിച്ചതാണെന്ന് നിങ്ങളുടെ സ്വന്തം കരുത്തുകൊണ്ടോ മിടുക്കുകൊണ്ടോ സാധിച്ചതല്ലെന്നും പറയുക. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ. മോർ അപ്രേമിന്റെ 118 ആധ്യാത്മിക സങ്കീർത്തനം. ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ജഡം ധരിച്ച കർത്താവ്. മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന് സ്തുതി. നമുക്ക് വേണ്ടി ദൃശ്യനായി തീർന്ന അദൃശ്യ ദൈവത്തിന് സ്തുതി. നമുക്ക് വേണ്ടി മരണം രുചിച്ച ശാശ്വത ദൈവത്തിന് സ്തുതി. മനുഷ്യ മനസ്സിൽ ഗ്രഹിക്കാനാവാത്ത നിഗൂഢ ദൈവത്തിന്, തന്റെ കൃപയിലൂടെ ജഡം ധരിച്ച് സ്വയം വെളിപ്പെടുത്തിയ ദൈവത്തിന് സ്തുതി. അമ്മയുടെ ഗർഭാശയത്തിലെത്താനും അവിടെ ജനിക്കാനും വളർത്തപ്പെടുവാനും സൗമനസ്യം പ്രദർശിപ്പിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവൻ. മരണത്തിൽ പങ്കെടുത്തതിലൂടെ മനുഷ്യരാശിക്ക് ജീവൻ നൽകിയവൻ വാഴ്ത്തപ്പെട്ടവൻ. നമ്മുടെ ജഡത്തെ തന്റെ നിഗൂഢമായ സ്വത്വത്തിലേക്ക് വാസഭൂമിയാക്കി തീർത്തവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വന്തം നിഗൂഢ രഹസ്യങ്ങൾ നമ്മുടെ ഭാഷയിൽ നമ്മോട് പ്രഖ്യാപനം ചെയ്തവൻ വാഴ്ത്തപ്പെട്ടവൻ. നമുക്ക് വേണ്ടി ബന്ധിതനായതിലൂടെ നമ്മെ വിമോചിപ്പിച്ച ദൈവത്തിന് സ്തുതി. കരുണയുടെ കാര്യത്തിൽ ധാരാളിയായവന്, യാതൊന്നും പ്രതിഫലമായി സ്വീകരിക്കാതെ നമ്മെ വീണ്ടെടുത്തവന് മഹത്വം. നമുക്ക് വേണ്ടി ശിക്ഷ സ്വീകരിച്ച ന്യായാധിപതിക്ക് സ്തുതി. സ്വന്തം പ്രബോധനത്താൽ നമ്മെ ബോധദീപ്തരാക്കുകയും സ്വന്തം വചനത്തിന് നമ്മുടെ കേൾവിയിൽ പാത വെട്ടി തുറക്കുകയും ചെയ്തവനെ ആരാധിക്കാം. സ്വന്തം പഴം നമ്മുടെ മരത്തോട് ഒട്ടിച്ചു ചേർത്തവന് സ്തോത്രം. നമ്മുടെ ചൈതന്യത്തെ അദൃശ്യമായി വളർത്തുന്നവന് സ്തുതി. വീണയിൽ ദൈവശ്രേഷ്ഠതയുടെ ഗാനങ്ങൾ സദാ ആലപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ചൈതന്യത്തിന്റെ ബോധേന്ദ്രിയങ്ങളെ സമഞ്ജസമാക്കിയവൻ വാഴ്ത്തപ്പെട്ടവൻ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ. മോർ അപ്രേമിന്റെ 119 ആധ്യാത്മിക സങ്കീർത്തനം. തെറ്റുതിരുത്താൻ അവിടുത്തെ കൃപ. അല്ലയോ പാപി, സഹാനുഭൂതിയുള്ള പിതാവിനെ സമീപിച്ച് നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കണ്ണീരോടെ പറയുക. സർവശക്തനായ കർത്താവായ ദൈവമേ, തിരുമുമ്പിൽ ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തു. അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനിയും യോഗ്യനല്ല. അവിടുത്തെ മഹത്വമേറിയ നാമം പാപമയമായ എൻ്റെ അധരങ്ങൾ കൊണ്ട് ഉച്ചരിക്കാൻ പോലും എനിക്ക് അർഹത പോരാ. ഉത്തമനായ യജമാനനെ, അവിടുത്തെ രോഷത്തിനു പാത്രമായ ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും അയോഗ്യനായി തീർന്നിരിക്കുന്നു. അല്ലയോ കർത്താവേ, അവിടുത്തെ മുമ്പിൽ നിന്നെന്നെ അടിച്ചോടിക്കരുതേ. എന്നിൽ നിന്ന് മുഖം തിരിച്ചു കളയുകയും അരുതേ. അങ്ങനെ നാശത്തിൽ നിന്നെന്നെ രക്ഷിക്കണമേ. അവിടുത്തെ കരം എന്നെ സംരക്ഷിച്ചില്ലായിരുന്നു എങ്കിൽ ഇതിനു മുമ്പേ തന്നെ ഞാൻ നശിക്കുമായിരുന്നു. കാറ്റിനു മുമ്പിൽ ധൂളിയെപ്പോലെയാണ് ഞാൻ ഭൂമിയിൽ ജനിച്ചിട്ടേയില്ലെന്ന് വരും. ഞാൻ അവിടുത്തെ പാതയിൽ നിന്ന് വ്യതിചലിച്ചതു മുതൽ ഒരൊറ്റ നല്ല ദിവസം പോലും എനിക്കുണ്ടായിട്ടില്ല. പാപത്തിൽ ചെലവിടുന്ന ഒരു ദിവസം നല്ലതാണെന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ കഠോരമായ കയ്പ് നിറഞ്ഞതാണത്. വർണ്ണിക്കാനാവാത്ത വിധം തീവ്ര കയ്പ് രസമാണതിന്. ഇന്നേ ദിവസം മുതൽ ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. അതാണെന്റെ പ്രത്യാശ. എന്റെ രക്ഷയ്ക്കു വേണ്ടി യത്നിച്ച് അത് യഥാർത്ഥമാക്കി തീർക്കാൻ അവിടുന്ന് എനിക്ക് ശക്തി നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അപേക്ഷിക്കുന്നു. സത്യത്തിന്റെ പാതയിൽ നിന്ന് വിട്ടുമാറിപ്പോയ എന്നെ സഹായിക്കണമേ. മുടിയനായ പുത്രന്റെ മേൽ എന്ന പോലെ അവിടുന്ന് എൻ്റെ മേൽ സഹാനുഭൂതി വർഷിക്കണമേ. അവിടുത്തെ കൃപാധനം ഞാൻ ധൂർത്തടിച്ചു. എൻ്റെ ജീവിതത്തെ ലജ്ജാപാത്രമാക്കി എന്നോട് കരുണ ചെയ്യണമേ. എൻ്റെ സാൻമാർഗികമായ അധപതനം കാരണം അവിടുന്ന് എന്നെ പുച്ഛിച്ചു തള്ളരുതേ. വേശ്യയ്ക്കും ചുങ്കക്കാരനും കരുണയുടെ കരം നീട്ടിക്കൊടുത്ത അവിടുന്ന് എന്നോടും കരുണ കാണിക്കണമേ. കള്ളനോട് സഹാനുഭൂതി കാണിച്ച രീതിയിൽ എന്നോടും കാണിച്ചാലും. ഭൂമിയിൽ സകലരും അവനെ തിരസ്കരിച്ചു, പക്ഷേ അവിടുന്ന് അവനെ സ്വീകരിച്ചു. മനോഹരമായ പറുദീസയിൽ അവനെ പാർപ്പിച്ചു. എല്ലാവരും എന്നെ തിരസ്കരിച്ച അവസ്ഥയിൽ എൻ്റെ അനുതാപം സ്വീകരിക്കണമേ. കർത്താവേ, നീതിമാന്മാരെ രക്ഷിക്കാനല്ല, അനുതപിക്കാൻ പാപികളെ ക്ഷണിക്കാനാണ് അവിടുന്ന് വന്നത്.
അതുകൊണ്ട് അനുദപിക്കുന്ന അവിടുത്തെ ദാസനെയും സ്വീകരിക്കണമേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ. മോർ അപ്രേമിന്റെ 120 ആധ്യാത്മിക സങ്കീർത്തനം. എന്റെ വാഗ്ദാന ലംഘനം അവഗണിച്ചാലും. കർത്താവേ, ക്ഷമിക്കണമേ, എനിക്ക് കരുത്തയച്ചു തരണമേ. അവിടുത്തെ തിരുഹിതപ്രകാരം പവിത്രതയിൽ ജീവിക്കേണ്ടതിന് എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ദുർഭൂതങ്ങൾക്ക് ഗുഹയും ആവാസസ്ഥാനവുമായി തീർന്നിട്ടുള്ള എൻ്റെ ഹൃദയത്തെ പവിത്രീകരിക്കണമേ. കർത്താവെ, അനുദപിക്കാമെന്ന് പലതവണ ഞാൻ വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ അതിലൊന്നുപോലും പാലിക്കാതെ ഞാനൊരു നുണയനായി മാറി. അങ്ങനെ എനിക്ക് വേണ്ടി ക്ഷമ ചോദിക്കാൻ ഞാൻ അയോഗ്യനായി തീർന്നു. ഇതിനകം പല പ്രാവശ്യം അവിടുന്ന് എന്നെ മോചിപ്പിക്കാൻ നോക്കി. പക്ഷേ ഓരോ തവണയും വീണ്ടും വീഴുന്നതിലായി എൻ്റെ താല്പര്യം. ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നു. എല്ലാവിധ ശിക്ഷകൾക്കും പീഡനത്തിനും ഞാൻ അർഹനാണെന്ന് സമ്മതിക്കുന്നു. അവിടുന്ന് എത്രയെത്ര പ്രാവശ്യം എൻ്റെ ഇരുണ്ട മനസ്സിനെ ദീപ്തിമത്താക്കി. എന്നിട്ടും ഓരോ തവണയും ഞാൻ അധമ ചിന്തയിലേക്ക് മടങ്ങി. ഇക്കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ സമസ്ത ശരീരവും വിറയ്ക്കുന്നു. ആ ഓരോ തവണയും പാപപൂരിതമായ ഭോഗേച്ഛ എന്നെ പുതുതാക്കി കീഴടക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഖിന്നനായ ഞാൻ സ്വീകരിച്ചിട്ടുള്ള അവിടുത്തെ കൃപാദാനങ്ങൾ ഞാൻ എങ്ങനെ എണ്ണി എണ്ണി പറയേണ്ടു? എന്നാൽ എൻ്റെ ഉദാസീനത കാരണം അതെല്ലാം വ്യർത്ഥമായി. ഞാൻ പഴയ രീതിയിൽ തുടരുകയും ചെയ്യുന്നു. അവിടുന്ന് ആയിരക്കണക്കിന് സമ്മാനങ്ങൾ എനിക്ക് തന്നു. പക്ഷേ നികൃഷ്ടനായ ഞാൻ അവിടത്തേക്ക് അഹിതകരമായ ഭീഭത്സമായ കാര്യങ്ങളാണ് പകരം നൽകാൻ ശ്രമിച്ചത്. കർത്താവെ, അവിടുന്ന് ദീർഘക്ഷമയുടെ സാഗരവും ദയയുടെ അഗാധഗർത്തവുമാകിയാൽ കായ്ക്കാത്ത അത്തിമരം പോലെ എന്നെ വെട്ടിക്കളയാൻ അനുവദിക്കരുതേ. ജീവിതത്തിന്റെ വിഹാരഭൂമികയിൽ വിളഞ്ഞു പാകമാകുന്നതിന് മുമ്പ് തീയിലിട്ട് നശിപ്പിക്കാതെ കാത്തുകൊള്ളണമേ. ഓർക്കാപ്പുറത്തെന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകരുതേ. വിളക്ക് പോലും കത്തിക്കാത്ത എന്നെ പിടികൂടരുതേ. വിവാഹ വസ്ത്രങ്ങൾ ഒന്നുമില്ലാത്ത എന്നെ കൊണ്ടുപോകരുതേ. അവിടുന്ന് നല്ലവനും മനുഷ്യസ്നേഹിയുമാകിയാൽ എന്നോട് കരുണ ചെയ്യണമേ. അനുദപിക്കാൻ എനിക്ക് സമയം തന്നാലും ഭയങ്കരവും അചഞ്ചലവുമായ അവിടുത്തെ സിംഹാസനത്തിനു മുമ്പിൽ അപകീർത്തിയുടെ ദയനീയ ചിത്രമായി വിവസ്ത്രനാക്കപ്പെട്ട നിലയിൽ എൻ്റെ ആത്മാവിനെ നിർത്തരുതേ. ഒരു നീതിമാൻ രക്ഷിക്കപ്പെടുക കഷ്ടിയാണെങ്കിൽ പാപിയും ന്യായപ്രമാണ ലംഘകനുമായ എൻ്റെ സ്ഥിതി എന്താണ്? ജീവനിലേക്കുള്ള പാത ഋജുവും ഇടുങ്ങിയതുമാണെങ്കിൽ ആഡംബരത്തിലും സ്വന്തം വിനോദങ്ങളിലും മുഴുകി സുഖലോലുപമായി ജീവിക്കുന്ന എനിക്ക് മുമ്പറഞ്ഞ നല്ല കാര്യങ്ങൾ എങ്ങനെ കരഗതമാക്കാൻ സാധിക്കും? ഈ സാഹചര്യത്തിൽ എൻ്റെ രക്ഷകനായ കർത്താവെ, യഥാർത്ഥ ദൈവത്തിൻ്റെ പുത്ര, അവിടുന്ന് അറിയുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രകാരം എന്നിൽ കുടികൊള്ളുന്ന പാപത്തിൽ നിന്ന് അവിടുത്തെ കൃപയാൽ മാത്രം സൗജന്യമായി മടക്കി വരുത്തുകയും നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണമേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ.